കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ അർജുനെ കാണാതായ സംഭവത്തിൽ തെരച്ചിൽ പുനരാരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട കൂടിയാലോചനയ്ക്കായി ബംഗളൂരുവിൽ ഇന്ന് യോഗം നടക്കും. ഗോവയിൽ നിന്നുള്ള ഡ്രഡ്ജർ എത്തിക്കുന്നത് സംബന്ധിച്ച് യോഗത്തിൽ തീരുമാനമാകും. 1 കോടിയോളം രൂപയാണ് ഇതിനായി ചിലവ് വരുന്നത്. വ്യാഴാഴ്ചയോടെ തെരച്ചിൽ പുനരാരംഭിക്കുമെന്നാണ് കുടുംബത്തിന് അധികൃതർ നൽകിയ ഉറപ്പ്. അർജുന്റെ അമ്മയെ കാണാൻ ഈശ്വർ മൽപെ ഉച്ചയോടെ കോഴിക്കോട്ടെ വീട്ടിലെത്തും. KV ബൈജു തയ്യാറാക്കിയ റിപ്പോർട്ട്. ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുൻ ഉൾപ്പെടെ 3 പേർക്കായുള്ള തെരച്ചിൽ പുനരാരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് തീരുമാനമെടുക്കാനാണ് ബംഗളൂരുവിൽ ഇന്ന് നിർണായക യോഗം ചേരുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം ഗോവയിൽ നിന്നുള്ള ഡ്രഡ്ജർ ഇവിടെ എത്തിക്കുക എന്നതാണ്. ഇതിൽ 2 കാര്യമാണുള്ളത്. ഒന്ന്, 1 കോടിയോളം രൂപ ചിലവ് വരുന്നുണ്ട്. അത് ഏതെങ്കിലും തരത്തിൽ ജില്ലാ ഭരണകൂടത്തിന്റെ ആ ചിലവ് വഹിക്കാനുള്ള പരിമിതി അവർ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരാണ് ഇത് സംബന്ധിച്ച് തീരുമാനമെടുക്കേണ്ടത്. അത് ഈ യോഗത്തിൽ തീരുമാനമാകും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഡ്രഡ്ജർ എങ്ങനെ ഈ പുഴയിലെ ഇവിടെ എത്തിക്കും എന്നത് സംബന്ധിച്ച തീരുമാനമാണ്. അത് കരമാർഗം എത്തിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ട്. കാരണം കൊങ്കൺ വഴിയുള്ള ഒരു മേൽപ്പാലം കടന്നു പോകുന്നുണ്ട്. അതുവഴി ഡ്രഡ്ജർ എത്തിക്കാനുള്ള ബുദ്ധിമുട്ട് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് കടൽ മാർഗം ഈ ഗംഗാവലി പുഴയിൽ ഡ്രഡ്ജർ എത്തിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. അത് സംബന്ധിച്ചും ഈ യോഗത്തിൽ തീരുമാനമുണ്ടാകും. അതിനിടയിൽ തന്നെ ഈ ഉദ്യോഗസ്ഥർ, അതായത് ഡ്രഡ്ജർ കമ്പനിയുടെ ഗോവയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ ഇന്ന് ഗംഗാവലി പുഴയിലെത്തി പരിശോധന നടത്തും. ഏത് രീതിയിൽ, ഏത് വഴി ഈ യന്ത്രം ഇവിടെ എത്തിക്കണമെന്നാണ് പ്രധാനമായും ഈ പരിശോധനയിൽ കണ്ടെത്തുക. ഏതായാലും ഇന്ന് നിർണായക ദിനമാണ്. ഈ രണ്ടാമത് വീണ്ടും തെരച്ചിൽ പുനരാരംഭിക്കുന്നതുമായി സംബന്ധിച്ച് നിർണായക യോഗമാണ് ഇന്ന് ബംഗളൂരിൽ ചേരുന്നത്. എന്തായാലും അതിനിടയിൽ തന്നെ ഈശ്വർ മൽപ ഇന്ന് അർജുന്റെ അമ്മയെ കാണാൻ കോഴിക്കോട് എത്തുന്നുണ്ട്. അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ കുടുംബത്തിന്റെ നിർദ്ദേശപ്രകാരം, കുടുംബത്തിന്റെ ആവശ്യപ്രകാരമായിരുന്നു ഇത്തരത്തിൽ തിരച്ചിൽ നടത്തിയത്. ആ കുടുംബത്തെ കണ്ട് അവരെ ആശ്വസിപ്പിക്കുക, ഒപ്പം വീണ്ടും തിരച്ചിൽ നടത്താൻ ആവശ്യപ്പെട്ടാൽ അത് താൻ തയ്യാറാണെന്ന് ഈശ്വർ മൽപ ഏതായാലും പറഞ്ഞിട്ടുണ്ട്. ഏതായാലും വൈകാരികമായ രംഗങ്ങൾക്കായിരിക്കും ഇന്ന് അർജുന്റെ വീട് സാക്ഷ്യം വഹിക്കുക. ജിതൻ ഉൾപ്പെടെയുള്ളവർ നാട്ടിലേക്ക് തിരിച്ചിട്ടുണ്ട്. അവർ ഈശ്വർ മൽപ്പയുടെ സന്ദർശനത്തോടനുബന്ധിച്ചാണ് ഇന്ന് വീട്ടിലേക്ക് എത്തിയത്. ജിതൻ രാവിലെ തന്നെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഏതായാലും ഉച്ചയോടുകൂടിയായിരിക്കും ഈശ്വർ മൽപ്പ ഈ കുടുംബത്തെ കാണാനെത്തുക. അദ്ദേഹം ഇപ്പോൾ കോഴിക്കോട് എത്തിയിട്ടുണ്ട്. ഏതായാലും ഈശ്വർ മൽപ്പയുടെ കൂടിക്കാഴ്ചയും വളരെ പ്രധാനമാണ്. കുടുംബവുമായി ഏത് രീതിയിലാണ് ഇനി അർജുനായുള്ള തെരച്ചിൽ വീണ്ടും ആരംഭിക്കേണ്ടതെന്ന് സംബന്ധിച്ചൊക്കെ അവർ തമ്മിൽ ആശയവിനിമയം നടത്തും. എന്തായാലും സംസ്ഥാന സർക്കാർ കൂടി ഇതിൽ ഇടപെടണമെന്ന ആവശ്യം കുടുംബം ഉന്നയിച്ചിട്ടുണ്ട്. കാരണം കർണാടക സർക്കാർ ഏതെങ്കിലും തരത്തിൽ ഇതിൽ നിന്നും ഈ തെരച്ചിൽ പുനരാരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് പിന്മാറാൻ ഇടയായാൽ അത് വലിയ തിരിച്ചടിയാകും. കാരണം 1 മാസം പിന്നിട്ടിരിക്കുന്നു. എന്തായാലും ഇനി അവസാന പ്രതീക്ഷയാണ്, ഈ അവസാന നാളുകളാണ് ആ പ്രതീക്ഷയുടെ. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ തെരച്ചിൽ പുനരാരംഭിക്കണം. ഏതായാലും വ്യാഴാഴ്ച തെരച്ചിൽ പുനരാരംഭിക്കുമെന്നാണ് ജില്ലാ ഭരണകൂടം കുടുംബത്തിന് ഉറപ്പ് നൽകിയിരിക്കുന്നത്. ഇന്നത്തെ യോഗത്തിൽ ഉള്ള തീരുമാനം അനുസരിച്ചായിരിക്കും ഇനി തെരച്ചിൽ നടക്കുക. കൂടുതൽ യന്ത്രങ്ങൾ കൊണ്ടുവന്നാൽ മാത്രമേ ഈ തിരച്ചിൽ സാധ്യമാകൂ. ഈ മുങ്ങൽ വിദഗ്ധർക്കൊക്കെ വലിയ പരിമിതിയുണ്ട്. കാരണം അത്രത്തോളം കൂറ്റൻ കല്ലുകളും മരങ്ങളും ഒക്കെ ഈ ഗംഗാവലി പുഴയുടെ അടിത്തട്ടിലുണ്ട്. അതിന് താഴെയാണ് ലോറി ഉള്ളത്. ഏതായാലും കയർ ഉൾപ്പെടെയുള്ള ചില വസ്തുക്കൾ ലോറിയുടെ കഴിഞ്ഞ ദിവസത്തെ തിരച്ചിൽ ലഭിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ഏറ്റവും വലിയ പ്രതീക്ഷ. ലോറിയിലേക്ക് അരികിലേക്ക് എത്താൻ പറ്റും. ഇപ്പോഴും ലോറിക്ക് അകത്ത്, ക്യാബിനകത്ത് അർജുൻ ഉണ്ടെന്ന ഒരു പ്രതീക്ഷ തന്നെയാണ് കുടുംബത്തിനും അതുപോലെ തന്നെ രക്ഷാദൗത്യങ്ങൾക്കുമുള്ളത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ ലോറി കണ്ടെത്തി ലോറിയിൽ നിന്നും ഈ ക്യാബിൻ പരിശോധിക്കണം. അതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. അതല്ല, ഇതിന് സമീപമായി വലിയ മൺകൂനയൊക്കെ രൂപപ്പെട്ടിട്ടുണ്ട്. ആ മണ്ണിടിച്ചിലുണ്ടായ ആ മലയുടെ മുകളിലുണ്ടായിരുന്ന മരങ്ങളൊക്കെ അടിഞ്ഞുകൂടിയിട്ടുണ്ട്. ആ ഭാഗം കൂടി പരിശോധിക്കേണ്ടതുണ്ട്. അതിനാണ് ഈ ഡ്രഡ്ജർ വലിയ സഹായകരമാവുക. ഈ മണ്ണ് നീക്കി അത്തരത്തിൽ ലോറി പുറത്തേക്ക് എടുക്കുന്നതോടൊപ്പം തന്നെ പുഴയുടെ ഗതി സുഗമമാക്കുക. കാരണം പുഴയിൽ വലിയ തോതിലാണ് ഇത്തരത്തിൽ മണ്ണ് അടിഞ്ഞുകൂടിയിരിക്കുന്നത്. കൂറ്റൻ കല്ലുകളും ഒക്കെ ഉണ്ട്. അതൊക്കെ നീക്കം ചെയ്യേണ്ടതുണ്ട്. അത് ഡ്രഡ്ജർ എത്തിയാൽ മാത്രമേ സാധ്യമാകൂ. എന്നാലും അത് സംബന്ധിച്ച നിർണായക തീരുമാനം ഇന്നുണ്ടാകുമെന്ന ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് കുടുംബങ്ങളുമുള്ളത്. KV ബൈജു ആണ് വിവരങ്ങൾ പങ്കുവച്ചത്.